കൂട്ടുകാരെ, ഇന്ന് നമ്മളുടെ ചാനൽ അവതരിപ്പിക്കുന്നത് ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ സിറ്റിയായ ഓക്ലാൻഡ് ഹാർബറിൽ നിന്നും നടത്തിയ ഒരു ഫിഷിംഗ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസാണ്. അതിരാവിലെ തന്നെ യാത്ര തുടർന്ന് ഏകദേശം 7 മണിയായപ്പോഴേക്കും ഓക്ലാൻഡ് ഹാർബറിൽ എത്തിച്ചേർന്നു. മേഘങ്ങളാൽ മൂടപ്പെട്ട അധികം വെളിച്ചമില്ലാത്തൊരു തണുത്ത പ്രഭാതം. ഞങ്ങൾ ഏകദേശം 30 പേരോളം ഉണ്ട് ഈ ട്രിപ്പിന് വേണ്ടിയിട്ട്. ട്രിപ്പിന് പോകാൻ വേണ്ടി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ഹാർബർ ബോട്ട് നേരത്തെ തന്നെ ഹാർബറിൽ നിലയുറപ്പിച്ചിരുന്നു. എല്ലാവരും വരിവരിയായി ബോട്ടിലേക്ക് പതിയെ കയറി തുടങ്ങി. ചെറിയ കാറ്റോട് കൂടിയ തണുത്ത പ്രഭാതം. ആളുകൾ ബോട്ടിൻ്റെ സൈഡിൽ വന്നു നിന്നും കാഴ്ചകൾ ആസ്വദിക്കുന്നു. ഹാർബറിൽ ഒരുപാട് ബോട്ടുകൾ നിരനിരയായി പാർക്ക് ചെയ്തിരിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള ബോട്ടുകളുമുണ്ട്, പല കളറിലുള്ള ബോട്ടുകളുമുണ്ട്. വളരെയധികം ഭംഗിയിലും അടുക്കും ചിട്ടയിലുമാണ് ഇവിടെ ബോട്ടുകളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ബോട്ട് ഹാർബറിൽ നിന്നും പതിയെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. ഓക്ലാൻഡ് സിറ്റിയുടെ അതിരാവിലെയുള്ള കടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണാൻ സാധിക്കുന്നത്. ഓക്ലാൻഡിൻ്റെ മെയിൻ അട്രാക്ഷനായ സ്കൈ ടവർ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഫെറി ബോട്ടുകളും കാണാൻ സാധിക്കും. ബോട്ടിലെ ക്രൂ മെമ്പേഴ്സ് ചൂണ്ടകൾ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. ആളുകൾ ബോട്ടിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് പുലർച്ചയിലുള്ള കടലിൻ്റെയും സിറ്റിയുടെയും ഭംഗി ആസ്വദിക്കുന്നു. ബോട്ട് അതിവേഗം മുന്നോട്ട് യാത്ര തുടർന്നു. പിന്നിൽ കാണുന്നത് ഓക്ലാൻഡിലെ ഹാർബർ ബ്രിഡ്ജും ഓക്ലാൻഡ് ടൗണിൻ്റെ ഓരോ ഭാഗങ്ങളുമാണ്. ഇത് ഫിഷിംഗ് ട്രിപ്പിന് വേണ്ടി മാത്രമുള്ള ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ബോട്ടാണ്. അത്ര വെളിച്ചമില്ലാത്ത തണുത്ത മേഘാവൃതമായ അന്തരീക്ഷം. സമയം ഏകദേശം 7:15 ആയിട്ടുണ്ടാവും. കടൽക്കാറ്റിൽ ആടിയുലഞ്ഞ് ബോട്ട് പിന്നെയും മുന്നോട്ട് നീങ്ങി. ഏകദേശം 8 മണിയായപ്പോഴേക്കും അന്തരീക്ഷം തെളിഞ്ഞു. കടൽക്കാറ്റിൻ്റെ ശക്തിയിൽ ആടിയുലഞ്ഞ് ബോട്ട് മുന്നോട്ട് നീങ്ങി. എല്ലാവരും കാഴ്ചകളും ഈ എക്സ്പീരിയൻസുകളും ആസ്വദിക്കാനായി ബോട്ടിൻ്റെ മുകളിലുള്ള ഡെക്കിൽ എത്തിച്ചേർന്നു. ഒരു ഓപ്പൺ ഡെക്കാണിത്. കുറച്ചു നേരം ഡെക്കിലെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ബോട്ടിലുള്ള ചെറിയ കോണിപ്പടിയിലൂടെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. കുത്തനെയുള്ള ചെറിയൊരു കോണിയാണിത്. മുകളിലേക്കും താഴത്തേക്കും വരുവാനായി ആകെ ഇതേ ഒരു മാർഗമുള്ളൂ. അതിരാവിലെ യാത്ര തുടങ്ങിയതിനാൽ അധികം ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോട്ടിലെ ക്രൂ മെമ്പേഴ്സ് ബോട്ടിൽ വെച്ച് തന്നെ ബാർബിക്യൂ ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലാണ്. ഇപ്പോൾ ബാർബിക്യൂവിൽ കിടന്ന് പാകമായിക്കൊണ്ടിരിക്കുന്നത് വെജിറ്റബിൾ, ബീഫ്, പിന്നെ നമ്മുടെ പോർക്ക് സ്ലൈസസുമാണ്. ഇവിടുന്ന് കുറച്ചധികം ഉൾക്കടലിലേക്ക് പോകണം മീൻ കിട്ടുന്ന ഏരിയയിലേക്ക്. ബോട്ടുകാരുടെ കയ്യിൽ റഡാർ ഉള്ളതുകൊണ്ട് അവർക്കറിയാൻ സാധിക്കും എവിടെയാണ് മീൻകൂട്ടം ഉള്ളതെന്ന്. എല്ലാവരും യാത്ര ആസ്വദിച്ചു കൊണ്ടിരുന്നു. 8:30 ആയപ്പോഴത്തേക്കും കഴിക്കാനുള്ളതെല്ലാം റെഡിയായി. ആളുകൾ പയ്യെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആരംഭിച്ചു. ബ്രെഡും ബീഫും പോർക്കും ഒരു സിംഗിൾ ബുൾസെയുമാണ് എടുത്തത്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. എല്ലാവരും ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു. വേണ്ട പോലെ ചൂടാക്കിയെടുക്കാനുള്ള സൗകര്യം ബോട്ടിലുണ്ടായിരുന്നു. കഴിച്ചതിന് ശേഷം വീണ്ടും ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലേക്ക് എത്തിച്ചേർന്നു. ഈ കാണുന്നത് ഓക്ലാൻഡിൽ നിന്നും കുറച്ചു മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന വൈക്കി ഐലൻഡിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു പാസഞ്ചർ ബോട്ടാണ്. സാമാന്യം വലിപ്പമുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ബോട്ട്. നമ്മളെ നിസ്സാരമാക്കി പിന്തള്ളി അത് മുന്നോട്ട് യാത്ര തിരിച്ചു. ഏകദേശം 8-10 പേരോളം ബോട്ടിൻ്റെ മുകൾ ഡെക്കിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പർ ഡെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു തടസ്സവുമില്ലാതെ എല്ലാ സൈഡിലേക്കുമുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് നല്ല രീതിക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഓക്ലാൻഡ് ടൗണിന് സമീപത്തുള്ള മറ്റൊരു ദ്വീപാണ്. മലമുകളിൽ വിശ്രമിക്കുന്ന ഒരുപാട് കന്നുകാലികളെ കാണാൻ സാധിച്ചു. ഏകദേശം 9 മണിയായിട്ടുണ്ട്. 2 മണിക്കൂറോളമായി കടലിനുള്ളിലേക്ക് യാത്ര തുടർന്നിട്ട്. ബോട്ടിലെ ക്രൂ മെമ്പേഴ്സ് ചൂണ്ട മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഇവിടെ ഒരാൾ ചൂണ്ടയിടാനുള്ള തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്തി കഷ്ണങ്ങളായി മുറിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മത്തിയാണ്. ചൂണ്ടയിടാനായി കൂടുതലായി നമ്മൾ മീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ നീണ്ട 2.5 മണിക്കൂറോളമുള്ള യാത്രയ്ക്ക് ശേഷം ബോട്ട് മീനുള്ള ഏരിയയിൽ എത്തിച്ചേർന്നു. എല്ലാവരും ചൂണ്ടയിടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. 20-30 പേർക്ക് ഒരേ സമയം ചൂണ്ടയിടാനുള്ള സൗകര്യം ഈ ബോട്ടിലുണ്ട്. അങ്ങനെ ഇത് ആദ്യത്തെ മീനടിച്ചിരിക്കുന്നു. ഏകദേശം 20 മീറ്ററോളം ആഴമുണ്ട് ഈ ഏരിയയിൽ. അതൊരു ചെറിയ സ്നാപ്പറാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ നിയമം അനുസരിച്ച് വലിപ്പം കുറഞ്ഞ മീനാണ് പിടിക്കുന്നതെങ്കിൽ അതിനെ തിരിച്ച് കടലിലേക്ക് തന്നെ റിലീസ് ചെയ്തിരിക്കണം.
ആദ്യം കിട്ടിയിരിക്കുന്ന ഈ മീൻ റെക്കമെൻഡഡ് ആയ വലിപ്പത്തിലും കുറഞ്ഞ ഒരു മീനായിരുന്നു. അതിനാൽ നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിവനെ വീണ്ടും കടലിലേക്ക് തിരിച്ചു വിടുകയാണ്. ക്രൂ മെമ്പേഴ്സാണ് ഇതിൻ്റെ വലിപ്പവും കാര്യങ്ങളെല്ലാം നോക്കി തീരുമാനിക്കുന്നത്. ഇത് ഉടനെ തന്നെ അടുത്ത മീനും അടിച്ചിരിക്കുന്നു. പക്ഷേ ഇതും ചെറിയ സൈസിലുള്ളതാണ്. ഇതിനെയും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവനെയും നമുക്ക് തിരിച്ചു വിടണം. ഓരോ മിനിറ്റിലും ഓരോ മീനുകൾ എന്ന പോലെ അത്രയധികം മീനുകളാണ് ഈ ഏരിയയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 20 പേരോളം ഒരേ സമയം ചൂണ്ടയിടുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സ്നാപ്പർ ആവറേജ് സൈസ് ഉള്ളതാണ്. ഇതിനെ നമ്മൾ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് എടുക്കാൻ സാധിക്കും. വലിയ ചൂണ്ടയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നല്ല രീതിക്ക് തന്നെ അത് ഹുക്കായിട്ടുണ്ട്. കൂടുതലായി സ്നാപ്പറാണ് ഈ ഏരിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടുത്തൊരു മീൻ ഓടി അടിച്ചിട്ടുണ്ട്. ഇത് ഒരു ചെറിയ സ്നാപ്പറാണ്. ഈ ഏരിയകളിൽ കൂടുതലായി കാണപ്പെടുന്ന സ്നാപ്പർ എന്ന ഈ ഫിഷാണ്. ഇത് രണ്ടും ചെറിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് ഇവനെ തിരിച്ച് കടലിലേക്ക് വിടേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ചൂണ്ടയിടൽ തുടർന്നുകൊണ്ടിരുന്നു. തീരെ ബോറിംഗ് ഇല്ലാത്ത ഒരു ഫിഷിംഗ്. ഇടുന്ന വഴി തന്നെ മീൻ നല്ല രീതിക്ക് കൊത്തുന്നുണ്ട്. 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാവർക്കും മീനെ കിട്ടുന്നുണ്ട്. പക്ഷെ കൂടുതലായും ചെറിയ മീനുകളാണ് കിട്ടുന്നത്. വലിയ 10 ചെറിയ മീനുകൾ കിട്ടുമ്പോൾ 1-2 വലിയ മീനുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാമാന്യം വലിപ്പമുള്ള ഒരു സ്നാപ്പറാണ്. ഏകദേശം 2 കിലോ 3 കിലോളം വലിപ്പമുണ്ട്. ഇത് റെക്കമെൻഡഡ് ആയിട്ടുള്ള സൈസിന് മുകളിലോട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇവനെ എന്തായാലും എടുക്കാൻ സാധിക്കും. അടുത്ത സ്നാപ്പർ ചൂണ്ടയിൽ കുരുങ്ങിയിട്ടുണ്ട്. ഇതും ആവറേജ് വലിപ്പമുള്ള മീനാണ്. ഇവനെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഏകദേശം ടോട്ടൽ 20-30ഓളം മീൻ കിട്ടിയെങ്കിലും നമുക്ക് എടുക്കാൻ സാധിച്ചത് 8-10 മീനുകൾ മാത്രമായിരുന്നു. ബോട്ടിൻ്റെ 3 സൈഡിൽ നിന്നുകൊണ്ടും ആളുകൾ ചൂണ്ടയിട്ട് മീനുകളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. മുന്നിലേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല. ഇത് ഒരേ ചൂണ്ടയിൽ തന്നെ ഒരു സ്നാപ്പറും ഒരു നെയ്മീനും ഉടക്കിയിരിക്കുന്നു. നെയ്മീൻ ആവറേജ് വലിപ്പമുള്ള മീനാണ്. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയധികം വലിയ മീനുകളെ പിടിക്കാൻ സാധിച്ചു. ഇത് ഇവിടെ ഒരാൾ പിടിച്ച നെയ്മീനാണിത്. നെയ്മീൻ്റെ കാറ്റഗറിയിൽ നോക്കുമ്പോൾ ഇതും ചെറിയ സൈസാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇവനെ എടുക്കാൻ സാധിക്കില്ല. ഇവനെ നമുക്ക് തിരിച്ച് കടലിലേക്ക് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ ഓരോ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ആളുകൾ. ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ ചൂണ്ടയിട്ടപ്പോൾ ഒരു വലിയ സ്നാപ്പർ കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്നാപ്പറാണ്. ഈ ഏരിയയിൽ 90% കിട്ടുന്നതും സ്നാപ്പർ ഫിഷ് മാത്രമാണ്. ഇത് ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നുമുള്ള കാഴ്ചയാണ്. ഇതാ ഒരു ചൂണ്ടയിൽ വീണ്ടും ഒരു സ്നാപ്പറും ഒരു നെയ്മീനും കൂടെ അടിച്ചിരിക്കുന്നു. കണ്ടിട്ട് സാമാന്യം വലിപ്പമുള്ള മീനാണ്. അങ്ങനെ ഏകദേശം 3 മണിക്കൂറോളം നീണ്ടു നിന്നുള്ള മീൻപിടുത്തത്തിൽ 60 കിലോയോളം മീനെ പിടിക്കാൻ സാധിച്ചു. ഒരുപാട് മീനുകളെ തിരിച്ചു വിടേണ്ടി വന്നു. എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള മീനെ കിട്ടി. തിരിച്ചു മടങ്ങി ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഓക്ക്ലാൻഡ് എത്തിച്ചേർന്നു. ഇതൊരു ക്രൂ മെമ്പറാണ്. പുള്ളി മ്യൂസിക് എല്ലാം കേട്ടിട്ട് ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നു. സാമാന്യം നല്ല വെയിലുണ്ട്. അതോടൊപ്പം നല്ല തണുത്ത കാറ്റും. അങ്ങനെ ബോട്ട് വീണ്ടും തിരിച്ച് ഓക്ക്ലാൻഡ് ഹാർബറിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അനേകം ബോട്ടുകൾ കാണാൻ സാധിക്കും. പല കളറിലും പല വലിപ്പത്തിലുമുള്ള ബോട്ടുകളുണ്ട്.